സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ലോക ചരിത്രത്തിൽ ആദ്യമായി ലേസർ ഉപയോഗിച്ചുള്ള ഒരു ആയുധം തങ്ങൾ ഉപയോഗിച്ചതായി ഇസ്രായേൽ വെളിപ്പെടുത്തുന്നു. ലേസർ ഉപയോഗിച്ച് ഹൂതികളുടെ ഡ്രോണിനെ പ്രതിരോധിച്ചു എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ലേസർ എന്ന് പറയുന്നത് നമുക്കറിയാം, ആംപ്ലിറ്റ്യൂഡ് കൂടിയ അല്ലെങ്കിൽ ശക്തി കൂടിയ ഒരു റേഡിയേഷൻ, പർട്ടിക്കുലർ റേഡിയേഷൻ്റെ ശക്തി രണ്ട് തരത്തിൽ നമുക്ക് കൂട്ടാം. ഒന്ന്, റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറച്ചുകൊണ്ട്. അത് സാധാരണ ആറ്റോമിക് ലെവലിലൊക്കെ ശക്തി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഇഞ്ചക്ട് ചെയ്യിക്കാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. നേരെ മറിച്ച് ഒരു മാക്രോ ഓബ്ജക്റ്റിന് നേരെ, ഒരു വലിയ ഓബ്ജക്റ്റിന് നേരെ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വേവിൻ്റെ, ഒരു തരംഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. തരംഗത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് കടലിൽ നിന്ന് ഒരു തിര വരുമ്പോൾ ആ തിരയുടെ ശക്തി നിശ്ചയിക്കുന്നത് ആ തിരയുടെ ഹൈറ്റ് എത്രയാണ് അഥവാ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് എന്നുള്ളതാണ്. വളരെ ഹൈറ്റ് കൂടിയ തിരയ്ക്ക്, ആംപ്ലിറ്റ്യൂഡ് കൂടിയ തിരയ്ക്ക് ശക്തി കൂടുതലുള്ളതുപോലെ ഇൻറ്റൻസിറ്റി കൂടിയ ഒരു പ്രത്യേകതരം വേവിന് ആ വേവിൻ്റെ ശക്തി എത്രയാണോ അത് ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റിൽ അത് ചെയ്യാൻ സാധിക്കും. ഇവിടെ ലേസർ ജനറേറ്റഡ് ആയ അല്ലെങ്കിൽ ലേസർ ആയിട്ടുള്ള സിംഗിൾ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് ലേസർ വെപ്പൺസിൽ ഉപയോഗിക്കുന്നത്. അതിശക്തമായ ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഒരു ഓബ്ജക്റ്റിന് നേരെ അയച്ച് ആ ഓബ്ജക്റ്റിൽ തുള വീഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്ന ടെക്നിക്ക്. ഇപ്പം സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയൊരു ബോഡിയാണെങ്കിൽ വളരെ ശക്തി കൂടിയ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ലേസർ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അതിൻ്റെ മുകളിൽ വീഴ്ത്തുകയാണെങ്കിൽ അത് ആംപ്ലിറ്റ്യൂഡിൻ്റെ കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഉള്ളതുകൊണ്ട്, ഹൈലി ഇൻറ്റൻസ് ആയതുകൊണ്ട് ആ സ്റ്റീലിൻ്റെ വോളിനെ അതിന് പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുപയോഗിച്ചാണോ ഒരു ഡ്രോണിൻ്റെ അല്ലെങ്കിൽ ഒരു മിസൈലിൻ്റെ, ഒരു വിമാനത്തിൻ്റെ, ഏത് പ്രൊജക്ടൈലിൻ്റെ ആണെങ്കിലും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ബോഡിയിൽ ഒരു തുള വീഴിക്കാൻ ഈ റേഡിയേഷന് സാധിക്കും, ലേസർ റേഡിയേഷന് സാധിക്കും. ഇതാണ് ലേസർ വെപ്പൺസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലേസർ വെപ്പൺസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അത് പ്രകാശമാണ് എന്നുള്ളതാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണെങ്കിലും അത് ലൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൽ പെടുന്നതാണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3,00,000 km/h ആണ്. നമുക്ക് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളുടെ ഇമാജിനേഷനൊക്കെ പുറത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, എത്രയോ വലിയ വേഗമാണത്. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് നിന്ന് ഈ ലേസർ ബീം അയച്ചു കഴിഞ്ഞാൽ ആ അയക്കുന്ന നിമിഷം തന്നെ അത് അതിൻ്റെ ടാർഗറ്റിലെത്തിയിരിക്കും. അപ്പോൾ 1000 കിലോമീറ്ററോ 2000 കിലോമീറ്ററോ അകലെയുള്ള ഒരു ടാർഗറ്റിലേക്ക് ഒരു ലേസർ ബീം അയക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എപ്പോഴയക്കുന്നോ ആ അയക്കുന്ന സെക്കൻഡിൽ തന്നെ അത് അതിന് ടാർഗറ്റിലെത്തിയിരിക്കും. അപ്പോൾ ഇതിന് സമയം വേണ്ട എന്നുള്ളതാണ്. എത്ര ദൂരത്തിലുള്ള ഒരു ടാർഗറ്റിലേക്കും സമയമില്ലാതെ വിത്തൗട്ട് സീറോ ടൈമിൽ എത്തിച്ചേരാൻ കഴിയും അതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. സീറോ ടൈം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് 3,00,000 km/s എന്ന് പറയുന്ന ആ സമയം നമ്മളുടെ തലച്ചോറിൽ ഒതുങ്ങുന്ന ഒരു സമയമല്ല. ആ വേഗത നമുക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. കാരണം നമ്മൾ 60 km/h യാത്ര ചെയ്യുന്ന, ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ യാത്ര സ്പീഡുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ കാറിൽ 100 km വേഗത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ വലിയ സ്പീഡാണെന്ന് പറയുന്നത്, അത് 100 km/h ആണ് പറയുന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ യാത്രാ വിമാനങ്ങളുടെ വേഗത എന്ന് പറയുന്നത് 900 km/h ആണ്. 900 മുതൽ 1000 km/h വരെ അവറാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളുടെ ഒക്കെ വേഗത. 800, 700, 800, 900, 1000 വരെയുള്ള വേഗതകൾ. ഈ വേഗതയിലാണ് സാധാരണ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. സൂപ്പർസോണിക് വിമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങളല്ല. അത് മറ്റ് പർപ്പസുകൾക്ക്, യുദ്ധം പോലത്തെ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗത എന്ന് പറയുന്നത് 1200 കിലോമീറ്ററിന് 1250 കിലോമീറ്ററിന് മേലെയാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ സ്പീഡ് കൂടിയ ജെറ്റുകൾ എന്നൊക്കെ പറയുന്നത് 2000-2500 കിലോമീറ്റർ, 3000 കിലോമീറ്റർ വരെ വേഗതയുള്ള ജെറ്റുകൾ നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെ പെർ അവറിലാണ് ഇതിൻ്റെ വെലോസിറ്റി പറയുന്നത്. ഇനി മിസൈലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സൗണ്ടിൻ്റെ വെലോസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സൗണ്ടിൻ്റെ 1 ഇരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുക. അപ്പം അങ്ങനെ വളരെ സ്പീഡ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള മിസൈൽസ് എന്നൊക്കെ പറയുന്നത് 30,000 km/h. ബ്രഹ്മോസ് പോലത്തെ മിസൈലൊക്കെ 30,000 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ. സാധാരണ മിസൈലുകളൊക്കെ ഒരു
5000 km/h മുതൽ 10,000 km/h വരെയുള്ള വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. ഇനി സൂപ്പർസോണിക് അൾട്രാ സൂപ്പർസോണിക് ആയിട്ടുള്ള മിസൈലുകൾ അത് 1000 മുതൽ 20,000 വരെ 20,000-ത്തിനുമുള്ള ഹൈപ്പർസോണിക് എന്ന് പറയുന്ന മേഖലയിലുള്ളതാണ് ഈ 20,000 മുതൽ 30,000 km വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ. ലോകത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് മിസൈലിന്റെ വേഗത എന്ന് പറയുന്നത് 34,000 km/h ആണ്. അത് മിസൈലിന്റെ വേഗതയാണ്, വിമാനങ്ങളുടെ വേഗതയല്ല പറയുന്നത്. വിമാനങ്ങളൊക്കെ മാക്സിമം ഒരു 3000 km/h ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഇത് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശം. 3 ലക്ഷം കിലോമീറ്റർ. അപ്പം 3 ലക്ഷം കിലോമീറ്റർ അകലത്തിലേക്ക് ലേസർ വെപ്പണിന് ഒരു സെക്കൻഡിൽ പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് വെപ്പൺസ് അയക്കേണ്ടി വരുന്ന ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ ഒക്കെ അകലെയുള്ള ഒരു ടാർഗറ്റിലേക്ക്, ഒരു വിമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മിസൈലിലേക്ക്, ചിലപ്പം 200-300 കിലോമീറ്റർ അകലെയുള്ള ഒരു മിസൈലിലേക്ക്, അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്റർ അകലെയുള്ള ഒരു ഡ്രോണിലേക്ക്, അല്ലെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ അകലെയുള്ള ഒരു വിമാനത്തിലൊക്കെയാണ് ഈ ലേസർ വെപ്പൺ അയക്കേണ്ടി വരിക. അപ്പോൾ ഈ ലേസർ അയക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സമയം വേണ്ട, ഇവിടുന്ന് എപ്പോൾ വിടുന്നോ ആ സമയത്ത് അവിടെ എത്തും. 1. 2, ചെലവ് വട്ടപൂജ്യമാണ്, ഒരു ചെലവുമില്ല. ഈ ലേസർ ജനറേറ്റ് ചെയ്യാനുള്ള ആ സിസ്റ്റം ഉണ്ടാക്കാൻ വലിയ ചിലവുണ്ട്. പക്ഷെ ആ സിസ്റ്റത്തിൽ നിന്ന് ഓരോ തവണ ലേസർ ജനറേറ്റ് ചെയ്യുമ്പോഴും കാര്യമായ ഒരു ചെലവുമില്ല. അപ്പോൾ 0 എക്സ്പെൻസിൽ ഇത് സാധിക്കും. 1. 2, വിത്തിൻ നോ ടൈം ഇത് സാധിക്കും. അതുകൊണ്ട് ലേസർ വെപ്പൺ എന്ന് പറയുന്നത് വലിയ ഈ യുദ്ധത്തിലൊക്കെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു സാധനമാണ്. ആ സാധനം ആദ്യമായി ഉപയോഗിച്ചു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അവർ ഹൂതികളുടെ ഡ്രോണുകളുടെ മേലെയാണ്, അതിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോമാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അത് അപ്ഗ്രേഡ് ചെയ്ത് മിസൈലുകളിലേക്കും വിമാനങ്ങളിലേക്ക് അയക്കാനുള്ള ലെവലിലേക്ക് ഇത് കൊണ്ടുവരണം. ഈ ഡ്രോണുകളിലേക്ക് ഇത് സക്സസ്ഫുള്ളായി അവർ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് യുദ്ധങ്ങളുടെ അടുത്ത സ്റ്റേജ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ബുള്ളറ്റ്സ് ഉപയോഗിച്ചുള്ള യുദ്ധം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളാണ് ചെയ്യുന്നത്. തോക്കിന് ഉണ്ടവെച്ചുള്ള യുദ്ധത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം മിസൈല്, ഡ്രോണ്, ഈ തരം. ഇനി അടുത്ത ജനറേഷൻ യുദ്ധം എന്ന് പറയുന്നത് ലേസർ ഉപയോഗിച്ചുള്ള യുദ്ധമാണ്. ഇനി അത് കഴിഞ്ഞുള്ള ജനറേഷൻ എന്ന് പറയുന്നത് സാറ്റലൈറ്റുകളിൽ നിന്ന് വെപ്പൺസ് ഭൂമിയിലേക്ക് പ്രയോഗിക്കുന്ന യുദ്ധങ്ങളാണ്. അതിലും ലേസർ വെപ്പൺസിന് വലിയ പ്രാധാന്യമുണ്ടാകും. സാറ്റലൈറ്റുകളിൽ നിന്ന് ലേസർ ഉപയോഗിച്ചുള്ള വെപ്പണുകളെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് പ്രയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ജനറേഷൻ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്ന പുതിയ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പീസ് ടോക്കിനെ കുറിച്ച്, ഇസ്രായേൽ അംഗീകരിച്ച ഒരു പീസ് പാക്റ്റിനെ കുറിച്ച് പറയുകയുണ്ടായി, ഹമാസുമായിട്ടുള്ള യുദ്ധ നിർത്തതിനെ സംബന്ധിച്ച്. അപ്പം ചില ആളുകൾ നമ്മൾ പറഞ്ഞ വീഡിയോയുടെ താഴെ വന്നിട്ട് പറഞ്ഞു, ഇല്ല ഹമാസ് ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. BBC-യും അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി, ഹമാസ് ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഹമാസ് ആക്സെപ്റ്റ് ചെയ്യേണ്ടെന്നേ, ഇത് റിജക്ട് ചെയ്യാനുള്ള ശേഷിയൊന്നും ഇന്ന് ഹമാസിനില്ല. അപ്പോൾ നമ്മളത് ഇട്ടവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്, ഹമാസിനെ കൊണ്ട് ഇത് റിജക്ട് ചെയ്യാനൊന്നും കഴിയില്ല. കാരണം അതിന് മാത്രമുള്ള ശേഷിയൊന്നും ഇന്ന് ഹമാസിനില്ല. അമേരിക്ക പറയുന്നത് കേൾക്കുക എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ ഞങ്ങൾ പഠിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെയുള്ള 3-4 ഡയലോഗൊക്കെ വിട്ടു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാനൊന്നും അവരെ കൊണ്ടാവില്ല. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഖത്തറും സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും സൗദി അറേബ്യയ്ക്കും ഇവരുടെ മേലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇസ്രായേലിനെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇസ്രായേൽ ആക്സെപ്റ്റ് ചെയ്താൽ ഹമാസ് ആക്സെപ്റ്റ് ചെയ്തോളും. ഹമാസ് അത്രയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ ഹമാസിന് ശക്തിയോ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. അവർ വിറ്റ്കോഫിനടുത്ത് 2-3 സജഷൻസ് പറഞ്ഞിരുന്നു, ഇങ്ങനെയല്ല അങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. വിറ്റ്കോഫ് പറഞ്ഞു അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പം ഇന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ സമ്മതിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവർ സമ്മതിക്കും. ആ കാര്യങ്ങൾ അതുപോലെ നടക്കും എന്ന് വിചാരിക്കാം. വലിയ താമസിയാതെ വെടിനിർത്തലിലേക്ക് എത്തും. അതിനിടയിലൂടെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വലിയ വെടിവെപ്പുണ്ടായി എന്നും 25 മുതൽ 40 വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രൊഡിക്റ്റ് ചെയ്തതാണ്. ഹമാസ് അവിടെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി അവിടെ ഈ IDF-നെ കൊണ്ട് വെടിവെപ്പിച്ച് ഇവർ ഭക്ഷണം വാങ്ങാൻ വന്നവരെ വെടിവെച്ച് കൊന്ന് എന്ന് പറഞ്ഞ അടുത്ത ഇരവാദം പ്രയോഗിക്കാനുള്ള ശ്രമമാണിത്. കാരണം ഇവിടെ UN-ന്റെ ഭക്ഷണ വിതരണം നടന്നാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഹമാസിന്റെ താല്പര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കാനാവൂ. ഹമാസിന്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് പണം കടത്തിക്കൊണ്ടുവരിക, അവർക്ക് ആവശ്യത്തിന് വെപ്പൺസ് കടത്തിക്കൊണ്ടുവരിക, കൂടാതെ ഈ വരുന്ന ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുക, അത് മറച്ചു വിൽക്കുക, 4 ഭക്ഷണ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം വിതരണം ചെയ്യുക, ഹമാസിനെ പ്രതികൂലിക്കുന്ന ആളുകളെ 100% പട്ടിണിക്കുക. അപ്പോൾ ഇത്തരം പർപ്പസുകളൊക്കെ നടക്കണമെങ്കിൽ ഇത് UN-ന്റെ വഴിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ
ഈ US സ്പോൺസേഡ് ആയിട്ടുള്ള ഈ ഭക്ഷണ വിതരണം തകർക്കുക എന്നുള്ളത് ഹമാസിന്റെ ഒന്നാമത്തെ ലക്ഷ്യമാണ്. അതുകൊണ്ട് അവിടെ കയോസ് ഉണ്ടാക്കി വെടിവെപ്പിച്ച് ആളുകളെ കൊന്നു എന്നിവർ പറയുന്നുണ്ട്. IDF അത് നിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരെയും വെടിവെച്ച് കൊന്നിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇനി ഹമാസ് തന്നെ ആളുകളെ കൊന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണോ, ഇതൊക്കെ ഇനി വരാൻ പോകുന്നുള്ളൂ. BBC ഇത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് BBC ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇത് നേരിട്ട് വെരിഫൈ ചെയ്തിട്ടില്ല. ഇവർ ഭക്ഷണ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാൻ അനുവാദമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് നേരിട്ട് വെരിഫൈ ചെയ്തിട്ടല്ല റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് BBC ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനിടയിലൂടെ സിറിയയിൽ കയറി അതിന് ലദാക്കിയ റീജിയനിൽ കാര്യമായ ബോംബിംഗ് നടത്തിയിട്ടുണ്ട്. സിറിയയുടെ ലദാക്കിയ റീജിയനിൽ പുതിയ മിസൈലുകളുടെ ശേഖരവും ബോംബുകളുടെ ശേഖരവും കണ്ടെത്തി എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ റീജിയനിൽ ഹെവി ബോംബിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ആ മേഖലയിലൂടെ ഇസ്രായേലിന്റെ മേൽക്കൈയാണ് നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ടത്. സിറിയയിൽ അവർക്ക് വേണ്ട സമയത്ത് അവർ കയറി വേണ്ട സ്ഥലത്ത് അവർ ബോംബ് ചെയ്യും, ആരും ചോദിക്കില്ല. അതിനിടയിലൂടെ ലെബനോൺ ഇറാനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇനി ഇടപെടാൻ ഇറാൻ ശ്രമിക്കുകയേ വേണ്ട, ലെബനോണിൽ ഇറാന് യാതൊരു സ്വാധീനവും ചെലുത്താൻ അനുവദിക്കുകയില്ല എന്ന് ലെബനോണിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെബനോൺ പോയി, സിറിയ പോയി, ഇറാന്റെ കൈകൾ എല്ലാം പോയി. അതിനിടയിലൂടെയാണ് ഇപ്പോൾ IEA റിപ്പോർട്ട് വരുന്നത്. US-ഉമായിട്ടുള്ള സമാധാന ചർച്ചകൾക്കിടയിലൂടെ ഇറാൻ അതിശക്തമായി അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും 60% എൻറിച്ച് യുറേനിയത്തിന്റെ പെർസെൻറ്റേജിൽ ഈ ചെറിയ ഒരു കാലഘട്ടം കൊണ്ട് ഏകദേശം 25% ഇൻക്രീസ് ഉണ്ടാക്കും. അപ്പോൾ നേരത്തെ ഇവർ ഏകദേശം ഒരു 300 കിലോയുടെ അടുത്താണ് പറഞ്ഞത്, ഇപ്പോൾ 400 കിലോ ക്രോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന സമാധാന ടോക്കിന്റെ മറവിൽ ഇവരൊരു ബോംബിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത്. ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്നുണ്ടാക്കുന്ന ഫേക്ക് ന്യൂസാണ്, ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അവർ ന്യായീകരണം കണ്ടെത്തുകയാണ് എന്നാണ് ഇറാൻ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. നിരവധി രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ, ഓസ്ട്രിയ അടക്കമുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് ഏജൻസികൾ ഇറാൻ എൻറിച്ച്മെന്റ് പ്രോഗ്രാം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും ഈ ദിവസങ്ങളിൽ അവരുടെ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി വളരെ കൂടുതൽ അവർ സാധാരണയിൽ കഴിഞ്ഞും വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുമാണ് ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിലൂടെ സൗദി അറേബ്യ ഇറാനോട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക പറയുന്നത് പോലെ കംപ്ലീറ്റ് ഡിസ്മാൻഡിൽമെന്റ് ഓഫ് യുവർ ന്യൂക്ലിയർ ഫെസിലിറ്റി ഹാസ് ടു ബി ഡൺ. അത് ചെയ്തേക്കുക. അത് ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ആരും നിങ്ങളുടെ പക്ഷത്തുണ്ടാവുകയില്ല എന്ന് സൗദി അറേബ്യയിലെ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന സൗദി രാജാവ് സൽമാൻ രാജാവിൻ്റെ അനുജൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് അവർക്ക് സഹായം കിട്ടുകയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഒരു ആക്രമണം വളരെ ഇമ്മിനൻ്റ് ആണ് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. കാരണം ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇറാൻ വെറും ഫേക്ക് കൺട്രിയാണ്. അവർ പറയുന്ന ചർച്ചയും കാര്യങ്ങളൊക്കെ വെറുതെ ഒരു മൂടുപടം മാത്രമാണ്. അവരൊരു ബോംബിലേക്കാണ് അല്ലെങ്കിൽ ഒരു ആറ്റം ബോംബ് നിർമ്മാണത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നതെന്നും അത് വലിയ ഭീഷണിയാണെന്നും അറിയാവുന്നതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു കമ്പൈൻഡ് അറ്റാക്കിനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഇത് ഈ ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ സംഭവിച്ചേക്കാം.